Hi, hello, and welcome back to Heli 7. ഇത് നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേർഡ് ഹൗസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോയറും പിന്നെ ഒരു എംറ്റി പെയിന്റിന്റെ കണ്ടെയ്നറുമാണ്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ഈ ബേർഡ് ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു എംറ്റി കണ്ടെയ്നറാണ്. ഇതൊരു പഴയ പെയിന്റിന്റെ കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഡോർ ഉണ്ടാക്കുവാണ് ബേർഡ് നെസ്റ്റിന് വേണ്ട. അപ്പോൾ അതിനു വേണ്ടി ചെറിയ ഒരു നൈഫ് എടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം അതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പ്ലാസ്റ്റിക് ആയതിൻ്റെ പേരിൽ അത് കട്ട് ചെയ്ത് ഈസി ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് ബേർഡ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു പ്രോപ്പറായിട്ടുള്ള ബേർഡ് ഹൗസ് അല്ല, ഇത് നമുക്ക് വീട്ടിൽ ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബേർഡ് ഹൗസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് തേടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡോർ ഇതേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിനുശേഷം ഞാനിവിടെ പെയിൻറ് ചെയ്ത് കൊടുക്കുവാണ്. പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് പ്രൈമർ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ബ്രൗൺ കളറുള്ള പ്രൈമർ എൻ്റെ കയ്യിലുണ്ടായതിൻ്റെ പേരിലാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 1-2 പ്രൊജക്ട്സിലായിട്ട് ഞാനിപ്പോൾ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആക്രിലിക് കളറ് അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് അടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, ആക്രിലിക് കളർ യൂസ് ചെയ്യാം, പെയിൻറ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു മാറ്റ് ഫിനിഷ് പ്രൈമറാണ്. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഇങ്ങനെ കുറച്ച് കോയേഴ്സാണ്. കുറച്ചധികം നമുക്ക് വേണ്ട വരും. അത് ഫൈബേഴ്സൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെക്കണം. പിന്നെ ഈ പ്രൈമർ ഡ്രൈ ആയതിനു ശേഷം ഈ കണ്ടെയ്നറിൽ നമ്മൾ ഈ ഒരു കോയർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ചുറ്റിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വൺസ് അത് സ്റ്റിക്കായി കഴിഞ്ഞാൽ അത് പിന്നെ പോരില്ല, അത്രയ്ക്കും സ്ട്രോങ് ആണ് ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് ഇതേ ഇങ്ങനെ കൊയറിൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഈ കോയർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കോയറിൻ്റെ മേളിലായിട്ട് ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ ഈ പ്രൈമർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെയിൻറ്റ് വേണമെങ്കിൽ സാധാരണ പെയിൻറ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇത് ഓക്കെ ആകോ ഇല്ലേ എന്ന്. അപ്പോൾ ഓക്കെ ആണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കോയർ ആയതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നതിന് പുറമേ നമ്മളിങ്ങനെ പ്രസ് ചെയ്തും കൂടി കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് മുളയുടെ ഇങ്ങനത്തെ കഷ്ണങ്ങൾ വേണം. ഇത് മുളയുടെ തന്നെ വേണം എന്നില്ല, നമുക്ക് സാധാരണ സ്റ്റിക്ക് ഏതെങ്കിലും മതിയാവും. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിക്ക്
അത് ഞാൻ ദേ ഈ വൈറ്റിംഗ് വയർ യൂസ് ചെയ്ത് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് റൂഫിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബേർഡ് നെസ്റ്റിൻ്റെ റൂഫിന് വേണ്ടിയാണ് ഞാനിതിങ്ങനെ ചുറ്റിച്ച് കൊടുത്ത് കെട്ടി ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ത്രെഡ് യൂസ് ചെയ്തിട്ടും ചുറ്റാൻ. ഞാനിത് കുറച്ചും കൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ത്രെഡ് യൂസ് ചെയ്തും കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ വെച്ച് നോക്കി ഞാനൊരു പ്രാവശ്യം. എന്നിട്ട് ആ സ്റ്റിക്ക് വരുന്ന ഭാഗത്തായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു സിസേഴ്സ് എടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഈ ഹോൾ ഉണ്ടാക്കി കൊടുത്തു. ആ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഈ ഹോളും ഉണ്ടാക്കി കൊടുത്തത്. അതിനുശേഷം നമ്മൾ റൂഫ് പോലെ ഉണ്ടാക്കിയ ആ ഒരു ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് വൈൻഡിങ് വയർ യൂസ് ചെയ്തിട്ട് ആ ഹോളിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. ഓരോ സ്റ്റിക്കും കെട്ടിക്കൊടുക്കണം നമ്മൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ കൊയർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഈ റൂഫ് ഉണ്ടാക്കുവാണ്. ഈ റൂഫിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ഫ്ലെക്സ് കിക്ക് യൂസ് ചെയ്തിട്ട് ആ ഓരോ സ്റ്റിക്കിലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ റൂഫിൻ്റെ മേളിലായിട്ടൊരു ഹോള് പോലെയുണ്ട്. അപ്പോൾ ആ ഹോള് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു കയറെടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് ഈ ഒരു ആകൃതിയിലാക്കി എടുക്കണം. എന്നിട്ട് അത് ഫ്ലെക്സ് കിക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ റൂഫിൻ്റെ മേളിലായിട്ട് നമ്മളത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ബേർഡ് നെസ്റ്റ് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു കയറും ഇതിൽ കെട്ടിക്കൊടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. അതിനുശേഷം വേണം ഈ ഒരു സംഭവം ഇതിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ് നെസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.